രാമായണം ഉണ്ടാകുവാനുള്ള പ്രധാനമായിട്ടുള്ള കാരണം കമ്പനില്ലെങ്കിൽ ഇന്ന് രാമൻ ഉണ്ടാവില്ല, രാമനോ രാവണനോ ആരും ഉണ്ടാവില്ല. അതിനുള്ള പ്രധാനമായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ പറയപ്പെടുന്നത് കമ്പരാമായണത്തിലെ നമ്മുടെ കേരളത്തിൽ ചരിത്രം പറയപ്പെടുന്ന പരശുരാമൻ്റെ ചരിത്രമാണ്. പരശുരാമൻ, അതായത് കൃതവീരപുത്രനായിട്ടുള്ള കാർത്തിവീരാർജുനൻ, അദ്ദേഹം ക്ഷത്രിയനാണ്. അദ്ദേഹം ദശരഥൻ്റെ ഗോത്രത്തിൽപ്പെട്ട ഒരു മഹാനായിരുന്നു. ആ രാജാവ് വേട്ടയ്ക്ക് പോയ സമയത്ത് അദ്ദേഹം ഈ പരശുരാമൻ്റെ പിതാവിൻ്റെ ആശ്രമത്തിൽ എത്തപ്പെടുകയുണ്ടായി. ആശ്രമത്തിൽ എത്തപ്പെട്ടപ്പോൾ പിതാവിൻ്റെ അവിടെയുള്ളതായിട്ടുള്ള കാമധേനു എന്ന പശുവിനെ കൊണ്ട് അദ്ദേഹം എല്ലാവർക്കും ദാനധർമ്മങ്ങൾ ചെയ്തു. അപ്പോൾ രാജാവിനും രാജാവിൻ്റെ പ്രജകൾ വേട്ടയ്ക്ക് പോയ എല്ലാവർക്കും സന്തോഷമായി. ആ കാമധേനുവിൻ്റെ സൽക്കാരത്തിൽ അവരെല്ലാം തന്നെ കൂടെ സന്തോഷിച്ചുകൊണ്ട് ആ പശുവിനെ വേണമെന്ന് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് എൻ്റെ ജീവിത മാർഗമാണ്, എനിക്കുള്ള ആശ്രയമാണ് എന്ന് മഹർഷി പറയുകയുണ്ടായി. അത് ജമദഗ്നി മഹർഷി, പരശുരാമൻ്റെ പിതാവ്. അപ്പോൾ എനിക്ക് വേണ്ടവ സൽക്കരിക്കാനും അതുപോലെ തന്നെ എനിക്ക് നൽകിയിട്ടുള്ള ആ ഒരു അനുഗ്രഹമാണ് ആ പശു ഉണ്ടായിട്ടുള്ളത്. അതിന് വേണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം തരില്ല എന്ന് പറയുകയും അദ്ദേഹത്തെ അവിടെ വെട്ടി നിഗ്രഹം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പശുവിനെ കൊണ്ടുപോയി. ആര്? ഈ കാർത്തിവീര്യാർച്ചന എന്ന് പറയുന്ന ആ രാജാവ്. അപ്പോൾ അത് കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ പത്നിയായിട്ടുള്ള രേണുകാദേവി അലറി വിളിച്ചുകൊണ്ട് പരശുരാമനെ വിളിക്കുകയാണ്. 5 പുത്രന്മാരിൽ, അതായത് കൂടുതൽ എന്താ പറയുക, പരശുരാമൻ്റെ ആ ഒരു ക്ഷാത്രധർമ്മം എന്ന് പറയുന്നത് കൂടുതൽ മുൻകൂപിയാണ് അദ്ദേഹം. മറ്റു മക്കളൊന്നും അതായത് അതിന് പ്രതികാരം ചെയ്യുവാനോ ആ രാജാവിനെ കൊല്ലുവാനോ ആരും തയ്യാറായില്ല. പരശുരാമൻ തയ്യാറായി വരികയും പരശുരാമൻ 101 രാജാക്കന്മാരെ മുഴുവൻ എല്ലാവരും വെട്ടിക്കൊന്നു. അപ്പം അതിൽ ദശരഥനെ മാത്രം വെട്ടിക്കൊന്നില്ല, അതുപോലെ തന്നെ അദ്ദേഹത്തെ ഒന്നും ചെയ്തില്ല. അതേപോലെ സീതയുടെ പിതാവ് ജനക മഹാരാജാവിനെയും അദ്ദേഹം ഒന്നും ആക്രമിച്ചിട്ടില്ല. അപ്പോൾ അതെന്തുകൊണ്ടാണ് എന്നൊരു ചോദ്യം എനിക്ക് കഴിഞ്ഞ ദിവസം എനിക്കുണ്ടായി. അപ്പോൾ ഞാൻ ഇതേമാരുടെ വേദിയിൽ പോയ സമയത്ത് അപ്പോൾ 101 ക്ഷത്രിയ രാജാക്കന്മാർ എല്ലാവരെയും കൊന്നെടുക്കും എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതിജ്ഞ ഉണ്ടായിരുന്ന. 101 പേരെ കൊന്നെടുക്കി, പിന്നെയും ബാക്കി 1-2 പേരാണ്. അപ്പോൾ ഇവരെ അദ്ദേഹം കൊന്നില്ല. ഇത് കമ്പരാമായണത്തിൽ പറയുന്നതുകൊണ്ടോ, പറയുന്ന വിഷയങ്ങളെല്ലാം കമ്പരാമായണത്തിലുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് പരശുരാമനെ നിഗ്രഹിക്കാത്തത്? അതായത് കല്യാണം തുടർച്ചയായിട്ട് കഴിക്കുന്നവരെയും അതുപോലെ തന്നെ ഈ യാഗം യോഗ തപം ജപം ഇതൊക്കെ ചെയ്യുന്നവരെയൊന്നും ഞാൻ നിഗ്രഹിക്കില്ല എന്ന് പരശുരാമൻ തപസ് അദ്ദേഹം പ്രത്യേകമായിട്ട് അദ്ദേഹം പറഞ്ഞിരുന്നു, പ്രതിജ്ഞ എടുത്തിരുന്നു. അതുകൊണ്ടാണ് ദശരഥനെയും സീതയുടെ പിതാവായിട്ടുള്ള ജനക മഹാരാജാവിനും അദ്ദേഹം ഒഴിവാക്കിയിട്ടുള്ളത്. അത് ഈ അനന്തരാമായണം എന്ന് പറയുന്ന രാമായണത്തിൽ നമുക്ക് കാണാവുന്നതാണ്. രാമായണം അനേക രാമായണങ്ങളുണ്ട്. വാൽമീകി രാമായണമുണ്ട്, അതുപോലെ തുഞ്ചത്താചാര്യൻ്റെ ഭാഷാപിതാവിൻ്റെ രാമായണം കേരളത്തിൽ പ്രസിദ്ധമായിട്ട് വരുന്നു. അതുപോലെ തന്നെ മറ്റുള്ള തുളസിദാസ രാമായണം. കമ്പരാമായണത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മറ്റുള്ള രാമായണങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് സാക്ഷാൽ പരമേശ്വരൻ തന്നെ തൻ്റെ പുത്രിയായിട്ടുള്ള ഭദ്രകാളിക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ് ഈ കമ്പരാമായണം. അങ്ങോട്ട് പോകേണ്ട ഒരു ഗതികേട് നമുക്ക് വന്നിരിക്കുന്നതാണ്. എന്തായാലും അത് ശരി. അപ്പോൾ അങ്ങനെ ഉള്ള ഈ കമ്പരാമായണം തൻ്റെ പുത്രിക്ക് വേണ്ടി പരമേശ്വരൻ തന്നെ എഴുതി. ദാരികവധവും രാവണവധവും രാമരാവണ യുദ്ധവും ഒരേ സമയത്തായ കാരണം കൊണ്ട് ദേവിക്ക് ഇത് കാണാൻ സാധിച്ചില്ല. ആ കാരണം കൊണ്ട് പിതാവിൻ്റെ അടുത്ത് നിന്ന് ആവശ്യപ്പെട്ടു ഭദ്രകാളി, എനിക്ക് ഈ രാമരാവണ യുദ്ധം കാണണമെന്നായി. അപ്പം കാണുവാനുള്ള അവസരം ഉണ്ടായിട്ടില്ലല്ലോ, അതെനിക്ക് നഷ്ടപ്പെട്ടല്ലോ എന്ന് ആ ദേവി ഖേദിച്ച് ആ ഖേദം പ്രകടിപ്പിച്ചപ്പോൾ, അല്ലയോ മകളെ, കർമ്മഭൂമിയാണ്, ഏറ്റവും പവിത്രമായിട്ടുള്ള ഭൂമിയാണ്, ബ്രാഹ്മണന്മാർക്ക് ദാനം ചെയ്ത ഭൂമിയാണ്. ഈ ഭൂമിയിൽ പോയി വസിക്കൂ, നിന്നെ സേവിക്കുന്നവർക്ക് കലിയുഗത്തിൽ നിന്നെ സേവിക്കുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ദേവിയെ പറഞ്ഞയച്ചു എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ദേവിയെ പറഞ്ഞയച്ചു. ദേവി പല രൂപങ്ങളിലും ഭാവങ്ങളിലും, രൗദ്രം, ഗാംഭീര്യം, ശാന്തം, ഇങ്ങനെ പല ഭാവങ്ങളിലും ദേവി ഒന്ന് കുടിയിരിക്കുകയാണ് ഈ രാമരാവണ യുദ്ധം കാണുവാൻ. ഒന്നിൻ്റെ ആവർത്തനം ഉണ്ടാവാൻ പാടില്ലല്ലോ. ഇപ്പം സാറ് നേരത്തെ പറയുന്നുണ്ട് ആവർത്തനമാവാമെന്നൊരു പറയുന്നത് കേട്ടു. പക്ഷേ ഇതിൽ തോൽപ്പാമക്കൂത്തിൽ ആവർത്തനം പാടില്ല. ആവർത്തനം ഉണ്ടെങ്കിൽ അദ്ദേഹം പുലവരല്ല. പുലവർ മീൻസ് പണ്ഡിതൻ, സ്കോളർ. ദോസ് ഹൂ നോസ് അബൌട്ട് ദി യൂണിവേഴ്സ് ഈസ് കോൾഡ് പുലവർ, പണ്ഡിറ്റ് എന്ന് പറയും. അത് പ്രൊഫസർ എന്നുള്ള സ്ഥാനമാണ്. അപ്പം അദ്ദേഹം പുലവരല്ല. അവരെയൊക്കെ കൂത്തുമാടത്തിൻ്റെ അത് പുറത്താക്കിയിരുന്നു. അപ്പോൾ അങ്ങനെ പാണ്ഡിത്യം വേണം. ആവർത്തന വിരസത ഉണ്ടായിക്കഴിഞ്ഞാൽ ഏത് കലയ്ക്കും അതിൻ്റെ വിരസത ഉണ്ടാവും. എല്ലാ പ്രസിദ്ധിയും കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കൂടുതൽ അഹങ്കരിച്ച് നടന്നു അത്രേ.
ഈ സമയത്ത് ഈ കമ്പർ ഒന്നും എഴുതാത്ത കാരണം കൊണ്ട് അദ്ദേഹം, അതായത് കാവൽ കിടക്കുന്ന ഒരു കാളിങ്ങരായൻ എന്ന് പറയുന്ന മഹാപ്രഭുവിൻ്റെ തോട്ടത്തിൽ കരിമ്പും തിനയും എല്ലാം ഉണ്ടാക്കിയിട്ടുള്ള ആ തോട്ടത്തിൽ ചെന്നുകൊണ്ട് അദ്ദേഹം കിടന്നുറങ്ങിപ്പോയി. അപ്പോൾ വെഴുത് പൊടിച്ചതേ അമ്പാൾ, നേരം വെളുത്തല്ലോ. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് സരസ്വതി ദേവി അതിൻ്റെ അകത്തുള്ള അമ്പലത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം കിടന്നുറങ്ങിയിരുന്ന ആ അമ്പലത്തിൻ്റെ അടുത്തുനിന്ന് എഴുതി മുടിച്ചതേ കമ്പ, എല്ലാം എഴുതി കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് കമ്പരാമായണം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം പരമേശ്വരൻ തന്നെയാണ്, ഭഗവാൻ തന്നെയാണ് ഈ കമ്പരാമായണം എഴുതി ഈ ദേവിക്ക് വേണ്ടി എഴുതി ചിട്ടപ്പെടുത്തിയത് എന്നാണ് പറയപ്പെടുന്നത്.